ഞങ്ങളിവിടെ പഞ്ചാബിൽ വന്ന ടൈമിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു തെലുങ്ക് ഫാമിലി ഇനി ഞങ്ങൾക്ക് ലഞ്ചൊക്കെ തന്നു. അപ്പോൾ അതിലെനിക്ക് അവരുടെ കറികളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ റെസിപ്പി ചോദിക്കാൻ എനിക്ക് മടിയായിട്ട് ഞാൻ ചോദിച്ചൊന്നുമില്ല. ഞാൻ യൂട്യൂബിൽ അടിച്ചു കൊടുത്തിട്ട് പിറ്റേ ദിവസം തന്നെ വെച്ചു കേട്ടോ. തെലുങ്ക് രസം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വെച്ചത്, ആന്ധ്ര രസം എന്നൊക്കെ പറഞ്ഞ് തന്നെ യൂട്യൂബിൽ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കതുണ്ടാക്കിയാലോ. ആദ്യം എന്താ വേണ്ടത് എല്ലാം ഞാൻ മറന്നുപോയി. ആദ്യം എണ്ണ ഒഴിക്കുക, അതിലേക്ക് കടുകും നമ്മുടെ ഉണക്കമുളകും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി വരിക. അതിലേക്ക് തക്കാളി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് നമ്മൾ പുളിവെള്ളം ഒഴിക്കുക, ഉപ്പിടുക. എന്നിട്ട് നമ്മൾ വെളുത്തുള്ളി, കുരുമുളക്, പിന്നെ ജീരകം കൂടി ചതച്ച് വെച്ചിരിക്കണം കേട്ടോ. ഫസ്റ്റ് അതും കൂടി ഇട്ട് നല്ല തിളപ്പിക്കുക. അതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും കുറച്ച് കൂടുതൽ മല്ലിയിലയും ഇട്ടിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് നമ്മുടെ മെയിൻ സാധനം കായപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി രസം റെഡി കേട്ടോ. ഇതിൽ ചെറിയുള്ളിയുടെ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ വീട്ടിലൊക്കെ വയ്ക്കുമ്പോൾ ചെറിയുള്ളിയൊക്കെ ചതച്ചിടുമല്ലോ, പക്ഷേ ഇതിൽ അതൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഞാൻ എളുപ്പപ്പണിയെ നോക്കാറുള്ളൂ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഇവിടെ രസമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അനിയത്തിയൊക്കെ എൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നൈഫൂനൊക്കെ നല്ല ഇഷ്ടമായി, വെള്ളം കുടിക്കണ പോലെ ആൾ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരി, എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോ.